ഇന്ന് പകലിലും ഇവിടെ ഉയർന്നു നിൽക്കുന്ന നാമം യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തെ ഉയർത്തുവാൻ നമ്മുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് മേക്സ് വേർഡ് ക്ലിയറർ ടു അസ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുക. ഫൈനലി ഹോളി സ്പിരിറ്റ് മേക്സ് ഹെവൻ നിയറർ ടു അസ്. നമ്മളെ നിത്യതയോട് വളരെ വലിച്ച് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സകല ദൈവമക്കളും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ദ ക്ലെൻസിങ് ദാറ്റ് ലീഡ്സ് ടു ഈൽഡിങ് ഫോർ മിഷൻ എന്നുള്ളതാണ്. ദൗത്യത്തിനു വേണ്ടിയുള്ള സമർപ്പണ വഴിയിൽ ശുദ്ധീകരണ പ്രക്രിയയുടെ പ്രാധാന്യം അടിവരയിട്ട് പഠിക്കേണ്ട വിഷയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ വളരെ ശക്തമായിട്ട് നമുക്ക് വളരെ സ്വാധീനം വരുത്തുന്ന വാക്കുകളാണ്. പെന്തിക്കോസ്തുകാർ ദൈവമക്കൾ, വേർപെട്ട ദൈവമക്കൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ. നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു പദമാണ്. എനിക്ക് കേരളത്തിൽ വളരെ പ്രിയനായ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരോഗ്യമുള്ള ശരീരത്തിൽ കൃപയില്ലാതിരിക്കുന്നതിനേക്കാൾ ബലഹീന ശരീരമാണെങ്കിലും കൃപയുള്ളതാണ് നല്ലത്. എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ കൃപയില്ലാതിരിക്കുന്നതിനേക്കാൾ ബലഹീന ശരീരമാണെങ്കിലും കൃപയുള്ളതാണ് നല്ലത്. ഇന്ന് രാവിലെ കൃപ നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ ഒരു ഉപകരണത്തിൻ്റെ ചിത്രമുണ്ട്, ചിന്തയുണ്ട്. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ ആരാണ്? ദ മാൻ ഹു ഗോഡ് യൂസസ്. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ ആരാണ്? നമ്മൾ ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദൗത്യത്തിൻ്റെ, മിഷൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. എന്നാൽ ആ മിഷന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ ആരാണ്? ആരോഗ്യമുള്ളവരെയാണോ ദൈവത്തിന് വേണ്ടത്? മിടുക്കന്മാരെയാണോ ദൈവത്തിന് വേണ്ടത്? ശക്തന്മാരെയാണോ ദൈവത്തിന് വേണ്ടത്? വേദപുസ്തകം എന്തു പറയുന്നു? ഒരു കൊട്ടേഷൻ ഞാൻ പറയാം. God doesn't demand a beautiful vessel for his work, but does he demand a clean one? എല്ലാവരും സ്തോത്രം പറഞ്ഞില്ല. ഈ തീമെന്നൊക്കെ കേൾക്കുന്നതുകൊണ്ടാണോ നിങ്ങളുടെ സ്തോത്രം പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു നല്ലൊരു പദം ഉപയോഗിച്ചതേ ഉള്ളൂ. ശക്തമായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണം. ശ്രദ്ധിക്കണം. God doesn't demand a beautiful vessel for his work. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ മനോഹരമായ കുറെ പാത്രങ്ങളെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് ഇന്ന് രാവിലെ ആവശ്യമുള്ളത് ക്ലീൻ വെസൽസിനെയാണ്. ഇവിടുത്തെ സെറ്റിംഗ് നിങ്ങൾ നോക്കണം. 6-ാം അധ്യായമാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട്. ഇവിടുത്തെ സെറ്റിംഗ് വളരെ മനോഹരമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു സിംഹാസനത്തോടാണ് തുടങ്ങുന്നത്. എ ത്രോൺ ഓഫ് ഹോളിനെസ്. യെശയ്യാ പ്രവചനത്തിൽ തന്നെ പല സിംഹാസനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ത്രോൺ ഓഫ് പ്രൈഡ്, അഹന്തയുടെ സിംഹാസനത്തെക്കുറിച്ച് 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ അത്യുന്നതന്റെ സിംഹാസനത്തിന് മീതെ സിംഹാസനം വെക്കും. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ത്രോൺ ഓഫ് ഗ്രേസ് നമുക്ക് കാണാം. കൃപയുടെ സിംഹാസനം കാണാം. അവിടെ സഹായത്തിന് വേണ്ടി ആളുകൾക്ക് ചെല്ലാൻ കഴിയുന്ന സ്ഥലമാണ്. എന്നാൽ ഇവിടെ കാണുന്ന സിംഹാസനം ത്രോൺ ഓഫ് ഹോളിനെസ് ആണ്, വിശുദ്ധിയുടെ സിംഹാസനം. ഇവിടുത്തെ സെറ്റിംഗ് മുഴുവൻ വിശുദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉപകരണങ്ങൾ ആരാണ്? ഇവിടുത്തെ സെറ്റിംഗ് ഞാൻ ഒരു 3-4 വാക്കുകളിൽ നിങ്ങളെ ഓർപ്പിക്കാം. യെശയ്യാവ് ചുറ്റുപാടുകളിലേക്കെല്ലാം നോക്കിയപ്പോൾ എല്ലാം തകരുക. രാജാവ് മരിച്ചു, എല്ലാം കൺഫ്യൂഷൻ, എല്ലാം കയോസ്. അതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എക്കണോമിക് പ്രോസ്പെരിറ്റി ആൻഡ് സ്പിരിച്വൽ പോവർട്ടി എന്ന. യെശയ്യാവിൻ്റെ കാലം ഭയങ്കര എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടായി, പക്ഷേ സ്പിരിച്വൽ പോവർട്ടി ആയിരുന്നു. യെശയ്യാവ് ജീവിച്ചിരുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞത്, he lived among a nation full of fat and happy sinners.
നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഒരു കാലഘട്ടമാണ് താൻ ജീവിക്കുന്നത്. ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരാജയങ്ങളായിട്ട് താൻ കാണുന്നു. പരാജയങ്ങളെ കാണുമ്പോൾ അതിനെക്കുറിച്ചൊരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: when the outlook is bleak, try the uplook. ഒന്നുകൂടെ പറയാം. ചുറ്റുപാടുകളിലേക്ക് നോക്കി എല്ലാം പരാജയമാണെന്ന് നോക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉയരത്തിലോട്ട് നോക്കുന്നതാണ് നല്ലതെന്ന്. പ്രൈസ് ഗാഡ്. യെശയ്യാവ് ചെയ്ത ഏറ്റവും നല്ല കാര്യം അതാണ്. ചുറ്റുപാടുകളിൽ നോക്കിക്കൊണ്ടിരിക്കാതെ ഉയരങ്ങളിലേക്ക് നോക്കി തൻ്റെ ജീവിതത്തിൽ അത് കാതലായ വ്യതിയാനത്തിന് കാരണമാക്കി തീർത്തു. ഇന്ന് രാവിലെ സമയം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരുപാട് പരാജയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ തകർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ ഇമ്മൊറാലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ, ഇതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ ഈ വേദപുസ്തകം 6-ാം അധ്യായം പറയുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരണം. അതിലെഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം ഇങ്ങനെയാണ്: സകല ഭൂമി മുഴുവൻ യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. സഹോദരന്മാരെ, ഇവിടെ തകർച്ച കാണാം, ഇവിടെ പരാജയം കാണാം, ഇവിടെ ഇമ്മൊറാലിറ്റി കാണാം, ഇവിടെ സാമ്പത്തിക തകർച്ചകൾ കാണാം. പക്ഷെ അതിന്റെ നടുവിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ നടുവിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ജീസസ്. ഞാൻ ആ വാക്യം വളരെ ആഴമായിട്ടൊന്ന് വായിച്ചു നോക്കി. സർവഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ സർവ്വഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? ആ മഹത്വം അവിടെ എത്തിക്കാൻ ദൈവത്തിന് കുറെ സന്ദേശ വാഹകരെ ആവശ്യമുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ കാണുന്ന തലമുറയിലെ എല്ലാ പരാജയത്തിന് നടുവിലും, എല്ലാ തകർച്ചയുടെ നടുവിലും, എല്ലാ ഇല്ലായ്മയുടെ നടുവിലും, എല്ലാം മുങ്ങി താഴുന്നുവെന്ന് തോന്നുമ്പോഴും ദൈവം ഇന്ന് രാവിലെ നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇതിന്റെ നടുവിൽ എനിക്കൊരു മഹത്വം പകരാൻ ആഗ്രഹമുണ്ട്. ജീസസ്. ദൈവത്തിന്റെ മഹത്വം വഹിച്ചുകൊണ്ട് പോകാൻ ദൈവം ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ചിലരെ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ദർശനത്തിന്റെ സംക്ഷിപ്ത രൂപം അതാണ്. സകല ഭൂമിയും ദൈവത്തിന്റെ മഹത്വം എത്തിക്കുവാനായിട്ട് ദൈവത്തിന് ഒരു മനുഷ്യനെ വേണം. നിങ്ങൾ നോക്കിക്കേ, ആ സെറ്റിംഗ് ഒന്ന് നോക്കണം. സെറാഫുകൾ 6 ചിറകുണ്ട്. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ആ വിശുദ്ധിയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഇതിലെ 4 ചിറകുകളും അവർ ഉപയോഗിച്ചത് ഹ്യൂമിലിറ്റിക്കാണ്, ഹംബിൾനെസ്സിനാണ്, താഴ്ത്തുവാനാണ്, സമർപ്പിക്കാനാണ്, മറയ്ക്കാനാണ്. 2 ചിറകുകളെ സർവീസിന് വേണ്ടി ഉപയോഗിച്ചുള്ളൂ. പ്രൈസ് ഗാഡ്. സഹോദരിമാരെ, സഹോദരന്മാരെ, സെറാഫീം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ടു ബേൺ എന്നാണ്. ബേണേഴ്സ് എന്നാണ്, കത്തുന്നവരെന്നാണ്, ജ്വലിക്കുന്നവരെന്നാണ്, പ്രകാശിക്കുന്നവരാണെന്നാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. മഹാദൈവത്തിന്റെ മുമ്പിൽ കത്തി ജ്വലിക്കുന്ന സെറാഫുകൾ പോലും 4 ചിറകുകൾ തങ്ങളെ മറയ്ക്കാൻ, മഹാദൈവത്തിന് തിരുമുമ്പിൽ നിൽക്കുവാൻ തങ്ങൾ യോഗ്യരല്ലെന്ന് പറയാൻ 4 ചിറകുകൾ ഉപയോഗിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് മനോഹര ഉപകരണങ്ങളെയല്ല, ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയുള്ള ഉപകരണങ്ങളെയാണ്. പ്രൈസ് ഗോഡ്. ഇനിയും ശ്രദ്ധിക്കണം, ഇവരുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണം. എന്താ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഒരുത്തനോട് ഒരുത്തൻ ഹോളി ഹോളി ഹോളി. പ്രൈസ് ഗോഡ്. ഹോളി എന്ന പദം സെറ്റ് അപ്പാർട്ട് എന്നാണ് ശരിക്കും അതിനെ തർജ്ജിമ ചെയ്യാൻ കഴിയുന്നത്. സെറ്റിംഗ് അപ്പാർട്ട് ഫോർ സംതിങ് സ്പെഷ്യൽ. എന്തോ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി മാറ്റി നിർത്തുന്നു. ദൈവാലയം വിശുദ്ധമാണ്, കാരണം അത് സാധാരണ കൂടാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നതാണ്. പുരോഹിതൻ വിശുദ്ധനാണ്, സാധാരണ ആളുകളിൽ നിന്ന് മാറ്റപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്ദേശം വഹിക്കുന്ന മനുഷ്യൻ വിശുദ്ധനായ മനുഷ്യനായിരിക്കണം. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണം, ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ സന്ദേശം വഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം വിശുദ്ധരായ ദൈവമക്കളായിരിക്കണം. അവർ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലെ അധാർമികതയുടെ നടുവിൽ ഇടകലർന്നാൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ലോകം ഓടുന്നത് പോലെ നീ ഓടിയാൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. ലോകം പോകുന്നത് പോലെ നീ പോയാൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാവിലെ സമയം ഇതിന് 2 വശമുണ്ട്. ദൈവമക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ജീവിതം സൂക്ഷിക്കാത്ത ഒരു മനുഷ്യനെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല.
എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്യിക്കുന്നത് നിന്റെ ജീവിത വിശുദ്ധിക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ലെന്ന് ഇന്ന് രാവിലെ ഓർത്തിരിക്കണം. ദൈവത്തിന് നാമം ലജ്ജിക്കാതിരിക്കാൻ, അവന്റെ നാമം ഉയർത്തപ്പെടാൻ ദൈവം ഒരു പക്ഷേ നിന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചെന്നിരിക്കും. അത് ജീവിത വിശുദ്ധിയുടെ സർട്ടിഫിക്കറ്റ് അല്ല. പ്രൈസ് ഗോഡ്. 3, കൺഫെഷൻ ഓഫ് ദ പ്രോഫറ്റ്. ആക്ഷൻ ഓഫ് ദ സെറാഫിം, പ്രൊക്ലമേഷൻ ഓഫ് ദി ഏഞ്ചൽസ്, കൺഫെഷൻ ഓഫ് ദ പ്രോഫറ്റ്. ഈ പ്രവാചകനെ കൺഫെഷനിലേക്ക് നടത്തിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദർശനത്തിനകത്ത് ദ സൈഡ് ഓഫ് ദ ഹോളി ഗാഡ്, വിശുദ്ധനായ ദൈവത്തെ താൻ കണ്ടു. ദൈവമക്കളെ, നമ്മളൊക്കെ വിശുദ്ധി കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാ? ചർച്ചിലെ പാസ്റ്ററുമായിട്ടാണോ? അതോ നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടാണോ? അതോ നമുക്ക് പരിചയമുള്ള ഏറ്റവും വലിയ വിശുദ്ധനോടാണോ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നമ്മൾ താരതമ്യം ചെയ്യുന്നത്? അവരെല്ലാം പരാജയപ്പെട്ടെന്ന് വരാം. പരാജയപ്പെടാത്ത ഒരാളിനെ ഞാൻ പറയാം. അശുദ്ധിയെ തൊട്ടാലും വിശുദ്ധി പോകാത്ത, ഹിസ് ഹോളിനെസ് ഈസ് യുണീക്ക്. അവൻ്റെ വിശുദ്ധി യുണീക്കാണ്. ഇന്ന് രാവിലെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവനെ മാത്രമേ പരിശുദ്ധനെന്ന് വിളിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അവനെ മാത്രമേ പരിശുദ്ധനെന്ന് വിളിക്കാൻ കഴിയത്തുള്ളൂ. ആ ദൈവത്തെ താൻ കണ്ടു. ആ ദൈവത്തെ കണ്ടത് മാത്രമല്ല, അവിടുത്തെ ആരാധനയുടെ ആ സെറ്റിംഗ് ഒക്കെ നോക്കണം. അവിടുത്തെ ആരാധനയുടെ സെറ്റിങ്ങിൽ ഉയരുന്ന ദ ഹോളി ഹിം ഓഫ് വർഷിപ്പ്, ആരാധനയിൽ ഉയരുന്ന മനോഹരമായ ഈരടികൾ എന്താണെന്നറിയാമോ? മനോഹരമായ ഈരടികൾ തന്നെ വിശുദ്ധിയുടെ ഗാനങ്ങളാണ്. ശ്രദ്ധിച്ചേ, കണ്ടത് വിശുദ്ധനായ ദൈവത്തെ, കേട്ടത് വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള പാട്ടിൻ്റെ ഈരടികളാണ് കേട്ടത്. അത് ഈ ദൈവ മനുഷ്യനെ, ഈ ദൈവഭൃത്യനെ, അത് യെശയ്യാവിനെ ഒരു കൺഫെഷനിലേക്ക് നടത്തി. യെശയ്യാവ് പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. യെശയ്യാവ് പറയുന്നത്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ യെശയ്യാവ് പ്രവചിക്കുന്ന ഉടനെ മറ്റുള്ളവർക്ക് കുറ്റം പറഞ്ഞെന്നും ഇവിടം തൊട്ട് താൻ തൻ്റെ കുറ്റം കണ്ടുപിടിച്ചെന്നും ഒക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കേട്ടതുപോലെ നമുക്ക് നമ്മുടെ കാര്യം കേൾക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ ചെയ്ത് തെറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം ഉണ്ടാവുമല്ലോ, നമുക്ക് ഭയങ്കര രോഷം ഉണ്ടാവുമല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു ഒരു കഥ ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ രാവിലെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് തൻ്റെ കാറ് വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ കാറിൽ നിന്ന് ചാടി ഇറങ്ങി മറ്റേ കാറിലുള്ള മനുഷ്യനോട് ചോദിച്ചു, എവിടെ നോക്കിക്കൊണ്ടാടോ താൻ വണ്ടി ഓടിക്കുന്നേ? ഇന്ന് 4ാമത്തെ കാറല്ല ഞാൻ ഇടിക്കുന്നതെന്ന്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, സഹോദരീ സഹോദരന്മാരെ, ബിഫോർ വി മിനിസ്റ്റർ അതേഴ്സ് we must permit God to minister to us. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ദൈവം നമ്മളെ ഒന്ന് ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചോണ്ടേ ആദ്യം അങ്ങ് പ്രസംഗിക്കാൻ അയക്കുകയല്ലായിരുന്നു. പിന്നെ തന്നോടുകൂടെ ഇരിപ്പാൻ, ആ രൂപം, ആ സ്വഭാവം, ആ പ്രകൃതം അവരിലേക്ക് പകരാനാണ് തന്നോടുകൂടെ കുറച്ച് ദിവസം ഇരുത്തിയത്. സ്തോത്രം. ഇന്ന് കർത്താവിന്റെ സന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ വളരെ ഗൗരവമായിട്ട് ഓർക്കണം, വല്ലവരെയും ശുശ്രൂഷിക്കാൻ പോകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ ഒന്ന് ശുശ്രൂഷിക്കാൻ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് ദൈവം മുമ്പിൽ ഒന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒക്കെ ഇരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. വളരെ സമ്പൽ സമൃദ്ധിയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഉപവാസം ഒന്നും ഒരു പഴഞ്ചൊല്ലും പഴങ്കഥയൊന്നും അല്ല സഹോദരി സഹോദരന്മാരെ. കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തെ കാണുന്ന ദിവസങ്ങളാണിത്. കുറെ ആവശ്യം നിവർത്തിക്കാനുള്ള ഒരു പ്രാർത്ഥനയായിട്ടല്ല നമ്മൾ ഉപവാസത്തെ കാണുന്നത്, നമ്മുടെ ജീവിതത്തെ കാണുന്നതാണ് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ. അത് മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ ഇവിടെ ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ ഈ രാജ്യത്ത് ആഹാരമില്ലാത്തത് കൊണ്ട് നമ്മൾ ഉപവസിക്കുകയല്ല, ആഹാരമില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല. ഇന്ന് പകലിൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിന്റെ നടുവിൽ വേറിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യം കേട്ടിട്ട് വേണം മറ്റുള്ളവരോട് പറയുവാൻ. ജീസസ്. കൺഫെഷൻ. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക,
ആളുകൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ, സാധാരണ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധിയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ടൊരു ചിന്ത ഞാൻ പറയാം. ഈ ലോകം മുഴുവൻ വഷളത്വത്തിലേക്ക് ഇറങ്ങിപ്പോയാലും വിശുദ്ധന്മാർ അന്യം നിന്ന് പോകത്തില്ല. ഒന്നുകൂടെ പറയാം, എല്ലാവരും ദൈവത്തിൻ്റെ കൃപ വിട്ടുപോയാലും ഇതിൻ്റെ ഇടയിൽ കുറേ പേരെങ്കിലും ദൈവം വേർതിരിച്ച് നിർത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാകുന്ന കുറേ ദൈവമക്കൾ ഇന്ന് പകലിൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ കാലഘട്ടം മുഴുവൻ വഷളത്വത്തിലേക്ക് ഇറങ്ങിപ്പോയാലും ജീവിത വിശുദ്ധിയും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾക്കും വേണ്ടി നിൽക്കാൻ ഒരു സിറ്റിയിൽ 10 പേരെങ്കിലും ദൈവം ഉയർത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവരെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരെ കൊണ്ട് ആ തലമുറയെ നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് രാവിലെ സമയം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സിറ്റിയെ മുഴുവൻ കീഴടക്കാനുള്ള അഭിഷേകത്തിന്റെ ശക്തിയാണ് ദൈവമക്കളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ ഈ ഹോളിലുണ്ടെങ്കിൽ അവർ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത നമ്മെ ആക്കിയിരിക്കുന്ന പട്ടണത്തെ പിടിച്ചടക്കാനുള്ള ദൈവകൃപയുടെ വ്യാപാരമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു സമൂഹം മുഴുവൻ വഴി വിട്ടുപോയാലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവത്തിന് കുറെ ആളുകളുണ്ട്. ഐഷിയാസ് കൺവിക്ഷൻ ലെഡ് ടു കൺഫഷൻ. ശ്രദ്ധിക്കണേ, ഐഷിയാസ് കൺവിക്ഷൻ ലെഡ് ടു കൺഫഷൻ. And the confession led to cleansing. And the cleansing led to commission. 4 വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. കൺവിക്ഷൻ, കൺഫഷൻ, ക്ലെൻസിങ് ആൻഡ് കമ്മീഷൻ. മറക്കരുത്, നമുക്കൊരു പാപബോധമുണ്ടെങ്കിലേ ഏറ്റു പറയാൻ പറ്റത്തുള്ളൂ. സാരമില്ല സാരമില്ല സാരമില്ലെന്ന് നമ്മൾ പറഞ്ഞു വിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, സാരമുള്ള കാര്യങ്ങളാണ്. ഇപ്പം എന്താ സാരമില്ല നമുക്ക് തോന്നുന്നതിൻ്റെ കാരണമെന്നറിയാമോ? ആ വിഷയത്തിൽ നമുക്ക് വളരെ പഴക്കം വന്നുപോയി, നമുക്ക് ഒരുപാട് പഴക്കം വന്നുപോയി. ഇന്ന് കൺവിക്ഷൻ നമുക്കുണ്ടെങ്കിൽ സ്തോത്രം, അതൊരു കൺഫഷനിലേക്ക് നമ്മളെ നടത്തും, ഏറ്റുപറച്ചിലേക്ക് നടത്തും. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. കൺഫഷൻ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, അത് ഗോഡ്സ് ഇനിഷ്യേറ്റീവാണ്. ദൈവമാണ് ആ കാര്യം ചെയ്യുന്നത്. യാഗപീഠത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം കത്തുന്ന തീക്കനൽ കൊണ്ടുവന്ന് നിന്നെ തൊടുവിച്ച ഈ ഹോളിൽ വെച്ചൊരു പുതിയ മനുഷ്യനാക്കി നിന്നെ അയക്കാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ ഇതിലുണ്ടെങ്കിൽ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കോൺഫറൻസ് വിജയമായി തീർന്നു. നിന്റെ പട്ടണത്തിലേക്ക് ദൈവം നിന്നെ അയക്കുമ്പോൾ യാഗപീഠത്തിലെ തീക്കനൽ കൊണ്ട് ഇന്ന് പകലിൽ നിന്നെ ശുദ്ധീകരിച്ച് ഒരു പുതിയ നാവോടുകൂടെ, ഒരു പുതിയ ശുശ്രൂഷയോടുകൂടെ, ഒരു പുതിയ അഭിഷേകത്തോടുകൂടെ, ഒരു പുതിയ ദർശനത്തോടുകൂടെ ദൈവം നമ്മെ അയക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം കർത്താവിന് സ്തോത്രം ചെയ്യണം. ജീസസ്, ടച്ച് ദ വേൾഡ് വിത്ത് യുവർ ഹോളിനെസ്. നിങ്ങളുടെ വിശുദ്ധി കൊണ്ട് ലോകത്തെ തൊടുക. റെക്കഗ്നൈസ് ഹൗ ഗ്രേറ്റ് അവർ ഗാഡ് ഈസ്. റിയലൈസ് ഹൗ സിൻഫുൾ വി ആർ. റിസീവ് ഗോഡ്സ് ഫോർഗിവ്നെസ് ആൻഡ് റെസ്പോണ്ട് ഹിയർ ആം ഐ. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശുദ്ധിയിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിനെ നമുക്ക് സേവിക്കാം, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.